പ്രൈസ് ദി ലോർഡ്. ഏകദേശം ഒരു വർഷത്തോളം കഴിയുന്നു ഞാൻ നടത്തിയ ധ്യാനത്തിൽ പങ്കെടുത്തൊരു സഹോദരി എനിക്ക് വർഷങ്ങൾക്കും അറിയാവുന്നതാണ്. ആ സഹോദരി എന്നെ ടെലിഫോണിൽ ഇങ്ങനെ വിളിച്ചു. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സഹോദരത്തിനൊരു ധ്യാനം കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി ഒരു കട്ടിൽ ക്രമീകരിച്ചു തരാമോ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒരു 45 വയസ്സുള്ള ഒരു സഹോദരിയാണ്. അവൾ പറഞ്ഞു, എൻ്റെ ലങ്സിന് ക്യാൻസറാണ്, ധ്യാനിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്രമീകരിക്കാം. അങ്ങനെ ആ സഹോദരി ധ്യാനിക്കാൻ വന്നു. ധ്യാന ഹോളിൽ തന്നെ അവൾക്ക് കിടക്കാനായിട്ട് ഒരു കട്ടിലുമൊക്കെ നേരത്തെ പ്രേക്ഷിതരോട് പറഞ്ഞെല്ലാം ക്രമീകരിച്ചിരുന്നു. അവൾ ആ കട്ടിൽ കിടന്ന് ധ്യാനം കൂടുകയാണ്. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ആ സഹോദരി എടുക്കി ചെന്നു. അവളുടെ അപ്പനെയും അമ്മയും കുടുംബത്തെയൊക്കെ അറിയുന്ന അവൾ എന്നോട് ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചു. മൂത്ത കുട്ടി +2, 2 പിള്ളേരുള്ളൂ. ഇളയതൊരു മോനാണ്, മൂത്ത മോള്. മോന് ഹൈസ്കൂളിൽ പഠിക്കുന്നു. അവളുടെ അനുഭവം ഇതാണ്. അവളുടെ ജീവിത പങ്കാളി നല്ല സാലറി മേടിക്കുന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആളിൻ്റെ സ്വഭാവം വളരെ മോശമാണ്. കുമ്പസാരമില്ല, കുദാശ ജീവിതമില്ല, മദ്യപാനം, തോന്നിവാസ ജീവിതം എല്ലാമുണ്ട്. അങ്ങനെ ജീവിക്കുന്നൊരു ഭർത്താവ്. ആ സഹോദരി എന്നോട് പങ്കുവെച്ചു, 20 വർഷമായിട്ട് ഞാൻ സഹിക്കുകയാ. അവൾ പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു പരാതിയില്ല. എൻ്റെ ഈ സഹനവും കണ്ണുനീരും രോഗങ്ങളുമെല്ലാം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സാന്തരത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. 20 വർഷമായിട്ട് എനിക്കൊരു പരാതിയില്ല. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ധ്യാനം കൂടാം, നമുക്കൊന്നിച്ചൊരു ധ്യാനം കൂടാം. എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ധ്യാനത്തിന് കൊണ്ടാക്കാം. ഞാൻ ധ്യാനം കൂടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ധ്യാനമൊക്കെ കൂടി സൗഖ്യമാകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഞാൻ ധ്യാനം കൂടുന്നുള്ളൂ, അല്ലാതെ ധ്യാനം കൂടാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയുണ്ട്? ഒരു ഭർത്താവിൻ്റെ മനസ്സാ. ഭാര്യ ലങ്സിന് ക്യാൻസർ ബാധിച്ച് മരണാവസ്ഥയില്ല. ഭർത്താവ് മുഖത്ത് നോക്കി ഭാര്യയോട് പറഞ്ഞ, നീ പോയി ധ്യാനം കുടിക്കൂ, നീ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വന്ന് അതൊന്ന് കണ്ടിട്ട് ഞാൻ ധ്യാനം കുടിക്കണം. ആ മനുഷ്യൻ്റെ വിശ്വാസ ജീവിതം അത്രയേ ഉള്ളൂ. ധ്യാന കേന്ദ്രത്തിൽ ആ സഹോദരിയെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാണ്. കൂടെ ഒരു ബന്ധുവായിട്ടുള്ള സ്ത്രീയുമുണ്ട് കൂട്ടിന്. ഇവരുടെ സങ്കടങ്ങളും വേദനകളെല്ലാം പങ്കുവെച്ചു. ഞാൻ അവർക്ക് ശാന്തമായിട്ടിരുന്ന് കേട്ടു. ലാസ്റ്റ് അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഒരു പരാതിയില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ നിരുപാധികമല്ല ക്ഷമിച്ചു കഴിഞ്ഞു. എൻ്റെ ഭർത്താവിന് എനിക്ക് ഒന്ന് മാനസാന്തരപ്പെട്ടൊക്കെ കിട്ടിയാൽ മതി. ഇതൊക്കെ പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഭർത്താവ് തന്നെയാണ് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ടെലിഫോണിലേക്ക് വീണ്ടും ഇവൾ വിളിച്ചു. അവൾ പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു ധ്യാനം കൂടെ കൂടണം. ആ ധ്യാനത്തിന് വേണ്ട ക്രമീകരണമൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ 2ാമത്തെ ധ്യാനത്തിൽ വരുമ്പോൾ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല. ഭർത്താവ് അവിടെ ഇറക്കി വിട്ടിട്ട് അയാൾ പോവുകയും ചെയ്തു. ധ്യാനത്തിൻ്റെ 3ാമത്തെ ദിവസം രാത്രി ഞാനിങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാത്രി ഒരു പാതിരാവൊക്കെ കഴിഞ്ഞു. ഇപ്പം 10,000 പേര് ധ്യാനിക്കാനുണ്ട്. ഒരു പാതിരാവൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഈ സഹോദരി ഇങ്ങനെ നടന്നു വരിക വരാന്തയിലൂടെ. ഇങ്ങനെ ആസ്മായ്ക്ക് ശ്വാസം വലിക്കുന്ന പോലെ ശ്വാസം വലിക്കുന്നുണ്ട്. വന്നിട്ട് ഞാൻ കുറേ രോഗികൾ നിൽപ്പുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ ഒരു സിമെൻറ്റ് ബെഞ്ചുണ്ട്. ആ ബെഞ്ച് അവിടെ വന്നിങ്ങനെ കൈയൊക്കെ കുത്തിയിരുന്ന് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ആഞ്ഞു വലിച്ചിങ്ങനെ വിഷമിച്ചിരിക്കാം. ഞാൻ ആ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അടുത്ത് ചെന്നു. എൻ്റെ കൂടെ പ്രേക്ഷിതരുമുണ്ട്. അടുത്ത് ചെന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഉടനെ പറഞ്ഞു, ബ്രദറെ, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ചങ്കിന് ഭയങ്കരമായ വിമിഷ്ടമാണ്, പ്രയാസമാണ്, ശ്വാസം കിട്ടുന്നില്ല. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, ഒന്നും വിഷമിക്കേണ്ട, ശാന്തമായിട്ട് പോയി കിടക്കാനൊക്കെ പറഞ്ഞു. അവൾ ഉച്ചനേരം അവിടെ ഇരുന്നു. ഞങ്ങളവിടെ കൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞു. അവൾ പോയി കിടക്കുകയും ചെയ്തു. ആ ധ്യാനം കഴിഞ്ഞു അവൾ മടങ്ങിപ്പോയി. പിന്നീട് ഞാൻ അറിഞ്ഞത്, അവൾ ഒരു 10-15 ദിവസമായപ്പോഴത്തേക്ക് അവളുടെ വീട്ടുകാർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവളുടെ ആങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിലുണ്ട് ചേച്ചി. 2ാമത്തെ ധ്യാനം കഴിഞ്ഞ് 10-30 ദിവസം ആയില്ല, അതിന് മുൻപ് തന്നെ അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. ഓർക്കുന്ന സമയത്ത് ആത്മാവിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ജീവിച്ച നാൾ മുതൽ ഭർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങിയ പീഡനങ്ങളും സഹനങ്ങളും വേദനകളും മാത്രം.
ഇന്നവള് കണ്ണുനീരില്ലാത്ത ലോകത്തില്, നൊമ്പരങ്ങളില്ലാത്ത ലോകത്തില് യേശുവിന്റെ കൂടെയാ. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: വിജയം വരിക്കുന്നവനെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഉറപ്പാ, ഇന്ന് ആ സഹോദരി കർത്താവിൻ്റെ കൂടെയുണ്ട്. അവിടെ കണ്ണുനീരില്ല, വേദനയില്ല, ദുഃഖങ്ങളില്ല, നൊമ്പരമില്ല. ഈ ഭൂമിയിൽ അവൾ ജീവിച്ച നാൾ മുതൽ, വിവാഹത്തിൻ്റെ ആ നാൾ മുതൽ മരിക്കുമ്പോളം അവളുടെ ഹൃദയം മുഴുവൻ സങ്കടവും നൊമ്പരങ്ങളും വേദനകളും മുറിവുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിരുപാധികം ജീവിത പങ്കാളിക്ക് ക്ഷമ കൊടുത്തു, മാപ്പ് കൊടുത്തു. ഇവിടെ ഭാര്യാഭർത്താക്കന്മാരൊക്കെ ധാരാളം ധ്യാനത്തിനായിട്ട് ഇരിപ്പുണ്ട്. ഒരുപക്ഷെ മനസ്സിൽ എന്തെങ്കിലും ദേഷ്യമോ എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കർത്താവ് തന്ന ഈ ജീവിതം എത്ര വർഷം ഒന്നിച്ച് ജീവിക്കാൻ പറ്റും? കൂടിയെന്ന 35 അല്ലെ 40. നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഭാഗ്യമുണ്ടെങ്കിൽ 50 വർഷം അല്ലേ 60 വന്നേക്കാം, വളരെ അപൂർവമായിട്ട്. ഈ നല്ല ജീവിതം, കർത്താവ് തന്ന ഈ നല്ല ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. വിദ്വേഷത്തിലും വെറുപ്പിലും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലും ഒക്കെയായിട്ട് ഭാര്യാഭർത്താക്കന്മാരും നിരന്തരം ജീവിക്കുക. ക്ഷമിക്കാൻ പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയോട് വിട്ടുവീഴ്ച കാണിക്കാനായിട്ട് പറ്റുന്നില്ല. ഹൃദയം മുഴുവൻ കടുത്ത വെറുപ്പിൻ്റെ ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിത പങ്കാളിയോടൊന്ന് ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന്. 2 കരങ്ങളും ഒന്ന് എത്തിപ്പിടിച്ച് കർത്താവിനെ ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഇരട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രൂരമായ പീഡകളിലൂടെ കടന്നുപോയി. യേശു ശരീരത്തിൽ മാത്രമല്ല പീഡ സഹിച്ചത്, യേശുവിൻ്റെ ജീവിതം സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യേശു ഏറ്റുവാങ്ങിയ സഹനങ്ങൾ, പീഡകൾ ഒത്തിരിയേറെയുണ്ട്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ഫരീസന്മാർ, ജനപ്രമാണികൾ അല്ലെ നിയമജ്ഞരൊക്കെ പറയുന്നുണ്ട്, അവനാ തച്ചൻ്റെ മകനല്ലേ, മറിയമല്ലേ അവൻ്റെ അമ്മ, അവന് ചുങ്കക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, പാപികളും വേശ്യകളും ഒക്കെ അല്ലേ അവൻ്റെ കൂട്ടുകാർ, ഇവന് ഈ അധികാരമൊക്കെ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ പലതും അവർ വളരെ ഇതായിട്ട് ചോദിക്കുന്നുണ്ട് യേശുവിനെ കുറിച്ച്. അവസാനം തന്റെ പ്രിയപ്പെട്ട ശിഷ്യ സമൂഹം ഓടി രക്ഷപ്പെടുകയാണ്. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. യോഹന്നാൻ സ്ലീഹായും പരിശുദ്ധ അമ്മയും ഒക്കെ കുരിശിലൂട്ടിയുള്ള ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. കൂടെ നിൽക്കുവാൻ ആരുമില്ലായിരുന്നു. യേശുവിൻ്റെ ഹൃദയത്തിലെ ഏറ്റ നൊമ്പരങ്ങളായതൊക്കെ. യൂദാസ് തള്ളിപ്പറഞ്ഞപ്പോഴും ഒറ്റിക്കൊടുത്തപ്പോഴും ഒക്കെ കർത്താവിൻ്റെ ഹൃദയം നൊന്തില്ലേ? 3 പ്രാവശ്യം അവനെ എനിക്കറിയത്തില്ലെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഈശോയുടെ ഹൃദയം വേദനിച്ചില്ലേ? കൂടെ നടന്നവരൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ കർത്താവിൻ്റെ ഹൃദയം നൊന്തു. അവൻ നമ്മിൽ ഒരുവനെ പോലെ സഹിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ പ്രിയപ്പെട്ട അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം നൊന്തു. ആ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിന് ഒത്തിരി വേദന ഉണ്ടായിരുന്നു. ഒരമ്മയുടെ സഹനം മുഴുവൻ അനുഭവിക്കുന്നത് യേശു കാണുകയും അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ യേശു ശാരീരികമായിട്ട് മാത്രമല്ല പീഡനവും സഹനവും ഏറ്റുവാങ്ങിയത്. പ്രത്യേകിച്ച് മനസ്സിൻ്റെ തലങ്ങളിൽ ഏറ്റുവാങ്ങിയ സഹനം വളരെയേറെ കടുപ്പമുള്ളതായിരുന്നു. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ പുറമേ കൊള്ളാം, നല്ല ഡ്രസ്സ്, നല്ല കണ്ടാച്ചിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ വ്യക്തി ഉള്ളിൽ ഏറ്റുവാങ്ങുന്ന നൊമ്പരങ്ങളോ മുറിവുകളോ വേദനകളോ പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല. ആ വ്യക്തി നമ്മുടെ നിന്ന് പങ്കുവെച്ചാലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ സമൂഹത്തിൽ ഒത്തിരിയേറെ മാനസികമായിട്ട് വേദനിക്കുന്ന വ്യക്തികളുണ്ട്, നൊമ്പരപ്പെടുന്നവരുണ്ട്.
മക്കളിലൂടെ സഹിക്കുന്ന മാതാപിതാക്കന്മാർ, ജീവിത പങ്കാളി മൂലം ഒത്തിരിയേറെ സഹിക്കുന്നവർ, സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഈ സമൂഹത്തിൽ ഇരിപ്പുണ്ട്. ഒറ്റപ്പെടലിന്റെ, തിരസ്കരണത്തിന്റെ മുറിവുകൾ ആർക്കും വേണ്ട. എല്ലാവരാലും അവഗണിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ഈ സമൂഹത്തിൽ വചനം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരും വേദനകളും കർത്താവ് കാണുന്നുണ്ട്. സങ്കീർത്തനം 56:8 പറയുന്നു, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ കർത്താവിനറിയാം, നിന്റെ കണ്ണുനീര് അത് കർത്താവിനറിയാം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ആരോട് പറയാത്ത നൊമ്പരങ്ങള്, മനസ്സിന്റെ ആഴത്തിലുള്ള മുറിവുകള്, കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ട്. ആർക്കും ഇതൊന്നും അറിയില്ലെങ്കിലും കർത്താവിന് ഇതൊക്കെ അറിയാമെന്നേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു സഹിക്കുക. ഈശോയ്ക്കൊരു പരാതിയില്ല. ഈ പീഡയൊക്കെ സഹിക്കുമ്പോഴും അവിടുന്ന് നിശബ്ദനാണ്. ആരോടും ഒരു പരാതിയില്ലാതെ ഇങ്ങനെ സഹിക്കുക. ഒരിക്കൽ ഒരു ഇടവക ധ്യാനം നടക്കുക, വർഷങ്ങൾക്ക് മുമ്പ്. ഞാനിങ്ങനെ കൗൺസിലിങ്ങിനായിട്ടിരിക്കുമ്പോൾ ഒരപ്പച്ചൻ, ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ, എൻ്റെ ഹൃദയത്തിൽ ആ അപ്പച്ചൻ്റെ രൂപമുണ്ട്. ഒരു 5 അടി പൊക്കമുള്ളൊരു പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ, കഷണ്ടിയാണ്. തോളിൽ ഒരു തുവാലയൊക്കെ ഇട്ടിട്ടുണ്ട്, കയ്യിൽ ഒരു കാലങ്ങടയൊക്കെ ഉണ്ട്. ഒരു കൊച്ചു മനുഷ്യൻ, ഒരു 70 വയസ്സെങ്കിലുള്ള ഒരു അപ്പച്ചൻ. ഈ അപ്പച്ചന് എൻ്റെ അടുക്കൽ വന്നപ്പോഴേ ഞാൻ ഇരിക്കാൻ പറഞ്ഞു. പ്രായമുള്ള അപ്പച്ചനല്ലേ, ഞാൻ ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പച്ച എന്താ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്നെ പറഞ്ഞു, ബ്രദറെ, എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, എല്ലാവരും ധ്യാനത്തിലുണ്ട്, മക്കൾ 4 പേരാണ്, 3 ആൺമക്കളുണ്ട്, 3 പേരും വിദേശത്താണ് ജോലി. കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇഷ്ടം പോലെയൊക്കെ അധ്വാനിച്ച് സമ്പത്തും വീടും സൗകര്യമൊക്കെ ഉണ്ട്. മോള്, അവളെ കെട്ടിച്ചു വിട്ടു, അവളാണ് മൂത്ത കുട്ടി. അവളുടെ ജീവിതം വലിയ തകർച്ചയില്ല, എല്ലാം നഷ്ടപ്പെട്ടു, കടബാധ്യത ഒന്നുമില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, ഞാനും എൻ്റെ ഭാര്യയും കൂലിപ്പണി എടുത്ത എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കിയത്. അവരൊക്കെ വലുതായി, അവരധ്വാനിച്ചു, ഇഷ്ടംപോലെ അവരുണ്ടാക്കി. പക്ഷേ എൻ്റെ ആൺമക്കൾ വേണ്ടവണ്ണം എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെയോ അവരുടെ അമ്മയോ ഒന്നും സ്നേഹിക്കുകയോ കരുതൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഒരു വിഷമം ഈ അപ്പച്ചൻ പറഞ്ഞു. ആ വിഷമം ഇതാണ്, എൻ്റെ മകളുടെ കുടുംബം സാമ്പത്തികമായിട്ടെല്ലാം തകർന്നു പോയി, എല്ലാം നഷ്ടപ്പെട്ടൊന്നുമില്ലാത്ത അവസ്ഥയായി. അപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ കത്തയച്ചു, നിങ്ങൾ 3 പേരും കൂടെ സാമ്പത്തികമായിട്ട് സഹായിച്ച് അവരുടെ മോളെ കെട്ടിച്ചയക്കണം. മോൾക്ക് ഒരു മോളുണ്ട്, അവിടെ കെട്ടിച്ചയക്കണം. ഈ അപ്പച്ചൻ പറയുക, എൻ്റെ 3 ആൺമക്കളും സഹായിക്കാൻ തയ്യാറായില്ല. അപ്പച്ചന് ഭയങ്കര സങ്കടമായി. ഇത് പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എൻ്റെ 3 മക്കളും സഹായിക്കാൻ തയ്യാറായില്ല. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം 1/2 ഏക്കറുണ്ട് വിറ്റിട്ട് മോക്ക് കൊടുത്തു, മോളെ കെട്ടിച്ചു, കൊച്ചുമോളെ കെട്ടിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. മൂത്ത മോൻ അവധിക്ക് നാട്ടിൽ വന്നു, ഗൾഫിലാണ്. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. വന്നിട്ട് വീട്ടിലോട്ട് വന്നില്ല, ഭാര്യ വീട്ടിലാണ്. ഒരു ദിവസം മകൻ തന്നെ വീട്ടിൽ വന്നു. അപ്പം അപ്പം പറഞ്ഞു, ഞാൻ നേരത്തെ അറിഞ്ഞു, വന്ന കാര്യമൊക്കെ അറിഞ്ഞു. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ അപ്പനമ്മയും കാണാൻ വന്നു. അപ്പനമ്മയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവൻ്റെ ഡിമാൻഡും കൊണ്ട് വെച്ചു. വസ്തുവിൻ്റെ വീതം അവന് കിട്ടിയുള്ളൂ. ഈ അപ്പം പറയുകയാണ്, 5-6 ഏക്കർ റബ്ബർ തോട്ടം, വീടും എല്ലാ സൗകര്യം എൻ്റെ മോനുണ്ട്. ഈ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ കാലശേഷം ഇത് 3 ആൺമക്കൾക്കുള്ളതാണ്, അല്ലാതെ ഞാൻ വീതം വെക്കത്തില്ലെന്നാണ്. ഈ അപ്പച്ചനോട് പറയുകയാണ്, എൻ്റെ മകൻ എൻ്റെ ഉടുപ്പ് കൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഭിത്തിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് നിർത്തി. ഞാൻ പറഞ്ഞില്ലേ, 5 അടി പൊക്കമുള്ളൊരു കൊച്ചു മനുഷ്യൻ. അപ്പച്ചൻ പറയും, എൻ്റെ മകൻ എന്നേക്കാൾ ഡബിളുണ്ട്. ഭിത്തിയിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് മുട്ടുകാലുകൊണ്ട് എൻ്റെ അടിവയറിലിട്ട് ഇടിച്ചു. മുട്ടുകാലുകൊണ്ട് എൻ്റെ അടിവയറിലിട്ട് എൻ്റെ മകൻ ഇടിച്ചു. ഇത് പറഞ്ഞിട്ട് ഈ അപ്പച്ചൻ വാവിട്ടൊരൊറ്റ കരച്ചില. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ച് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ എന്താ പറയുന്നു? ഈ മനുഷ്യൻ വാവിട്ടു കരയ, എൻ്റെ മകൻ എന്നെ മുട്ടുകാലുകൊണ്ട് ഇടിച്ച് എൻ്റെ അടിവയറിട്ട്. അപ്പച്ചൻ പൊട്ടിക്കരയുമ്പോൾ ഞാൻ കണ്ണുകൾ അടച്ച് ഞാൻ അവിടെ ഇരുന്നു. നേരെ ഈ അപ്പച്ചൻ കരഞ്ഞു, ശാന്തമായി. ഞാൻ പറഞ്ഞു, അപ്പച്ച,
മോന് ക്ഷമ കൊടുക്കാൻ പറ്റുമോ? ഉടനെ എന്നോട് പറയാം, ബ്രദറെ ഞാൻ അവനോട് ക്ഷമിച്ചു. ആൺമക്കളിൽ മൂത്തവനാ. അവൻ്റെ കയ്യോ കാലോ വളർന്നു നോക്കി ഞാൻ വളർത്തിയത്. എനിക്കവനോട് ക്ഷമിക്കാതിരിക്കാൻ ഒക്കുമോ? അവനിത് ചെയ്തിട്ട് അവൻ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെയോ അവൻ്റെ പെറ്റമ്മയോ കാണാൻ അവൻ വന്നില്ല. പക്ഷേ ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ചെന്നിട്ട് അവനോടും എൻ്റെ മോനോടും എൻ്റെ ഭാര്യയോടും പറഞ്ഞു, മോനെ ക്ഷമിക്കണം, ഉള്ള വീതം ഞാൻ നിനക്ക് തരാം, നീ എഴുതി പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കുടിക്കാൻ ഒരു പാത്രം വെള്ളം പോലും തരാൻ തയ്യാറായില്ല. അപ്പച്ചൻ കരയുകയും പറയുകയൊക്കെ ചെയ്തു. ഞാൻ ഇച്ചിരി ആശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്ത് തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പച്ചൻ പറഞ്ഞു, ഞാനവനോട് ക്ഷമിച്ചു, ഞാനവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ സമൂഹത്തിലും അപ്പച്ചന്മാരൊക്കെ ഇരിപ്പുണ്ട്, മക്കളിലൂടെ വേദനയേറ്റ പിതാക്കന്മാർ, മക്കളിലൂടെ മുറിവേറ്റ പിതാക്കന്മാർ ഈ സമൂഹത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം കൺവെൻഷൻ നടത്തുകയായിരുന്നു ഞാൻ. ചില അമ്മച്ചിമാരൊക്കെ വന്നിട്ട് പറയുന്ന അനുഭവങ്ങൾ കേട്ടാൽ നമ്മുടെ ചങ്ക് പിളർന്നു പോകും. ഓമനിച്ചു വളർത്തിയ മക്കള് മാതാപിതാക്കന്മാരോട് ചെയ്യുന്ന ക്രൂരത, മനുഷ്യന് വിശ്വസിക്കാൻ ഒക്കത്തില്ലാത്ത ക്രൂരത ചെയ്യുന്ന മക്കളുണ്ട്. 2 വർഷമായി നടന്ന ഒരു സംഭവമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയൊരു സംഭവമാണ്. ഞാനൊരു എടവപ്പള്ളി ഒരു 1 ഡേ പ്രോഗ്രാമിന് ചെന്നു. അന്നത്തെ 1 ഡേ കൺവെൻഷനൊക്കെ കഴിഞ്ഞു. കുറേ പേര് പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ഒരു ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് 10-65 വയസ്സുള്ളൊരു അമ്മ. ഈ അമ്മ ഇങ്ങനെ മാറി നിൽക്കുക. ആളിരുന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ എടുക്ക വന്നു. ബ്രദർ എൻ്റെ കയ്യെ പിടിച്ചു. എന്നെ പിടിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് മാറ്റി നിർത്തി. ഞാൻ മാറി വന്നു. ഞാൻ എന്താ അമ്മച്ചി പറയാനുള്ളത്? അമ്മ എന്നോട് പറയണം, ബ്രദറെ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, വർഷങ്ങളായി. പിന്നെ ഞാൻ മക്കളെയൊക്കെ കഷ്ടപ്പെട്ടൊക്കെ വളർത്തി. ആൺമക്കൾ കല്യാണമൊക്കെ കഴിച്ചു. ഇളയ മോൻ മാത്രം കല്യാണം കഴിച്ചു. അവന് 36 വയസ്സായി. പെൺമക്കളെയൊക്കെ 2 പേരുണ്ട് കെട്ടിച്ചയച്ചു. വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബമൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഇളയ മകൻ മദ്യപാനിയാണ്, തോന്നിവാസ ജീവിതമാണ്. ഈ അമ്മ പറയുക, എൻ്റെ മകനെ എനിക്ക് പേടിയാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈ അമ്മ പറയുക, എൻ്റെ മകനെ എനിക്ക് പേടിയാ. അത്രമാത്രം മോശമായിട്ട് അമ്മയോട് പെരുമാറുന്ന ഒരു മകൻ. ദാരുണ അന്ത്യം എങ്ങനെ അവസാനിച്ചെന്നറിയാമോ? എൻ്റെ ബാക്കി അന്നെന്നോട് അമ്മ പറഞ്ഞു, എൻ്റെ മകനെ എനിക്ക് പേടിയാ. അത്രമാത്രം അവൻ്റെ സ്വഭാവം വളരെ മോശമാണ്. പിന്നീട് 2-3 മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞത്, ആ ഭാഗത്തുനിന്ന് ആ പള്ളിക്കാർ ധ്യാനിക്കാൻ വന്നപ്പോൾ ഞാൻ അറിഞ്ഞ സംഭവം ഇതാണ്. ഈ അമ്മയെ സ്വന്തം മകൻ തന്നെ പീഡിപ്പിച്ചു, കഴുത്തു ഞെരിച്ചു കൊന്നു. സ്വന്തം മകൻ സ്വന്തം അമ്മയെ പീഡിപ്പിച്ചിട്ട് പീഡിപ്പിച്ച വഴി പ്രായമുള്ള അമ്മയല്ലേ, പീഡിപ്പിച്ച് കഴുത്തു ഞെരിച്ചു കൊന്നു. ഇപ്പോൾ അവൻ ജയിൽ ശിക്ഷയില്ല, ജയിലിൽ കിടക്കുക. പെറ്റമ്മയോട് ഇത്ര വലിയ ക്രൂരത കാണിക്കുന്ന ഒരു മകനെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമുക്ക് തീരുമാനമെടുക്കണം. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ നിരുപാധികം നമുക്ക് ക്ഷമ കൊടുക്കണം. ക്ഷമിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടാൻ പോകുക. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു നിലവിളിക്കുന്നുണ്ട്, ഏലോഹി ഏലോഹി ലാമാ സബക്തനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് 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 എന്നെ ഉപേക്ഷിച്ചു? നീ എന്തുകൊണ്ടാ എന്നെ കൈവിട്ടത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ നീ എന്നെ കൈവിട്ടോ, നീ എന്നെ തള്ളിക്കളഞ്ഞോ, നീ എന്നെ ഉപേക്ഷിച്ചോ? കർത്താവ് നിലവിളിക്കുക ക്രൂശിൽ കിടന്ന്. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം, ഇവർക്ക് മാപ്പ് കൊടുക്കണം, ഇവരോട് പൊറുക്കണം, ഇവരെ അനുഗ്രഹിക്കണം പിതാവേ
എന്നാ യേശു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന് തന്നെ പീഡിപ്പിച്ചവർക്കെല്ലാം മാപ്പ് കൊടുത്ത യേശു, ആ യേശുവിന് നിങ്ങളോട് ഓരോരുത്തോടും ഇന്ന് പറയാനുള്ളത് ഇതാ: നിങ്ങളെ വേദനിപ്പിച്ച ഓരോരുത്തോടും നിങ്ങൾ ക്ഷമിക്കണം. മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്നേഹിതനാരുമാവട്ടെ, നമ്മളെ വേദനിപ്പിച്ച ഓരോരുത്തരെയും മനസ്സിൽ കണ്ട് അവരോട് ക്ഷമിച്ച് അവരെ ഇന്ന് നമുക്ക് അനുഗ്രഹിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറക്കും. അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന് മേലും കർത്താവ് സമർത്ഥമായിട്ടൊന്ന് വർഷിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ.